الحمد لله رب العالمين. الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أيها الناس أوصيكم وإياي بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألم تر إلى الذي حاج إبراهيم في ربه أن آتاه الله الملك إذ قال إبراهيم ربي الذي يحيي ويميت قال أنا أحيي وأميت قال إبراهيم فإن الله يأتي بالشمس من المشرق فأت بها من المغرب فبهت الذي كفر والله لا يهدي القوم الظالمين. സ്നേഹവും ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കൃത്യമായി പാലിച്ചു അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കാൻ കഴിവിൽ പരമാവധി ശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുന്നു. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഈ വർഷത്തെ ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നതിനായി വിശുദ്ധ ഗേഹത്തിനടുത്ത് എത്തിയിട്ടുള്ള എത്താൻ ഉദ്ദേശിക്കുന്ന എല്ലാവർക്കും മഖബൂലും മബ്റൂറുമായ കർമ്മങ്ങൾ നിർവഹിച്ച് നല്ല മുസ്ലിങ്ങളായി നാടുകളിലേക്ക് മടങ്ങി തഖ്വയുള്ളവരായി ജീവിക്കാൻ അള്ളാഹു അവരെയും നമ്മെയും അനുഗ്രഹിക്കട്ടെ. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉന്നതനായ പ്രവാചകനാണ്. 1.25 ലക്ഷത്തോളം വരുന്ന പുണ്യാത്മാക്കളിൽ 25ഓളം പ്രവാചകന്മാരുടെ പേരുകളാണ് പരിശുദ്ധ ഖുർആനിലുള്ളത്. അതിൽ നിന്നും ഉലുൽ അസ്ം എന്ന പേരിൽ അറിയപ്പെടുന്ന 5 പ്രവാചകന്മാരിൽ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വേറിട്ട് നിൽക്കുന്നു. ദീനിൻ്റെ അടിസ്ഥാനമായ തൗഹീദിൻ്റെ വിഷയത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ജിഹാദും അതിനുവേണ്ടിയുള്ള ദഅവത്തും അതിനുവേണ്ടിയുള്ള പരിശ്രമവുമാണ് അദ്ദേഹത്തെ മറ്റു പ്രവാചകന്മാരെ പോലെ തന്നെ ഉന്നതരാണെങ്കിലും പ്രത്യേകമായി ഒന്ന് വേറിട്ട് നിൽക്കുന്നത്. ഇമാമുൽ മുവഹിദീൻ അല്ലെങ്കിൽ ഇമാമുൽ ഹുനഫ ഖലീലുല്ലാഹ് എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ഉന്നതനായ പ്രവാചകൻ അള്ളാഹുവിൻ്റെ ഏകത്വത്തെ സ്ഥാപിക്കുന്നതിന് വേണ്ടി തൻ്റെ വീട്ടിൽ നിന്നും തൻ്റെ നാട്ടിൽ നിന്നും ഒക്കെ ദഅവത്ത് ചെയ്യുകയും ശക്തമായ എതിർപ്പ് അദ്ദേഹം അതിനെല്ലാം നേരിടേണ്ടി വരികയും ചെയ്തു.
പരിശുദ്ധ ഖുർആനിൻ്റെ അൽ ബഖറ, അംബിയ, മുംതഹിന, ഇബ്രാഹിം പോലെയുള്ള അധ്യായങ്ങളിലെല്ലാം അള്ളാഹുവിൻ്റെ ആ ഇഷ്ടദാസൻ്റെ ദഅവത്ത് എല്ലാം അള്ളാഹു എടുത്തു പറയുന്നുണ്ട്. സൂറ സാഫാത്തിലും നമുക്കെല്ലാം അവകളിൽ ഗുണപാഠം ഉള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ അതിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് നാമും അള്ളാഹുവിൻ്റെ തൗഹീദിനു വേണ്ടി നമ്മളാൽ കഴിയുന്ന നിലയിലെല്ലാം ദഅവത്തും ത്യാഗപരിശ്രമവും ഒക്കെ ചെയ്യേണ്ടുന്നതിനാണ് ആ ഉന്നതനായ പ്രവാചകൻ്റെ ത്യാഗങ്ങളും അദ്ദേഹത്തിൻ്റെ ദഅവത്തും പരിശുദ്ധ ഖുർആനിൽ എടുത്ത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അദ്ദേഹം തൻ്റെ പിതാവിനോടുള്ള ചോദ്യം ഇങ്ങനെയായിരുന്നു: ഇത് ഖാലലി അബീഹി യാ അബതി ലിമ തഅ്ബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈഅ. എൻ്റെ പിതാവേ, എൻ്റെ വാപ്പ, അല്ലെങ്കിൽ എൻ്റെ പൊന്നു വാപ്പ, കേൾക്കുകയോ കാണുകയോ ഉപകാരം ചെയ്യുകയോ ചെയ്യാത്ത ഈ ഇലാഹുകളെ, നിങ്ങൾ സങ്കല്പിക്കുന്ന ഈ വസ്തുക്കളെ എന്തിനാണ് നിങ്ങൾ ആരാധിക്കുന്നത്? എന്തിനാണ് നിങ്ങൾ അവകളോട് പ്രാർത്ഥിക്കുന്നത്, ദുആ ചെയ്യുന്നത്? ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ പിതാവിന് സഹിക്കാൻ കഴിയുന്നതായിരുന്നില്ല തൻ്റെ പൊന്നുമകൻ തന്നോട് തൻ്റെ ഇലാഹുകളെ, താൻ ആരാധിക്കുന്ന വസ്തുക്കളെ വിലക്കുറച്ച് ആക്ഷേപിച്ച് സംസാരിക്കുക എന്നത്. അദ്ദേഹം അതിനടുത്ത് പറഞ്ഞ ശക്തമായ മറുപടി ആസർ ഇങ്ങനെയായിരുന്നു: കാല അറാഹിബുൻ അൻതാൻ ആലിഹത്തി യാ ഇബ്രാഹിം ലഇല്ലം തൻതഹി ലഅർജുമന്നക വഹ്ജുർനി മലിയ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അദ്ദേഹം തിരിച്ചു പറഞ്ഞത്, അറാഹിബുൻ അൻതാൻ ആലിഹത്തി, ഞാൻ ഈ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന, വിവിധതരം വഴിപാടുകൾ അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ ഈ ഇലാഹുകളെയെല്ലാം ഉപേക്ഷിക്കണമെന്നാണോ ഇബ്രാഹിം നീ പറയുന്നത്? ലഇല്ലം തൻതഹി, നിന്റെ ഈ ഉപദേശം, നിന്റെ ഈ ആക്ഷേപം നിർത്തിയില്ല എങ്കിൽ ലഅർജുമന്നക, നിന്നെ ഞാൻ കല്ലെറിഞ്ഞ് ഓടിക്കുക തന്നെ ചെയ്യും. വഹ്ജുർനി മലിയ, എൻ്റെ അടുക്കൽ നിന്നും എൻ്റെ കൺമുമ്പിൽ നിന്നും നീ പോയിക്കൊള്ളണം. പിതാവ് മകനോടുള്ള തിരിച്ചുള്ള മറുപടി ഇങ്ങനെയായിരുന്നു: എൻ്റെ പൊന്നുവാപ്പ, നിങ്ങൾ എന്തിന് ഈ ആവശ്യമില്ലാത്ത വസ്തുക്കളോട്, നിങ്ങൾക്ക് ഉപകാരമോ ഉപദ്രവമോ ചെയ്യാത്ത, കാണുകയോ കേൾക്കുകയോ ചെയ്യാത്ത ഈ വസ്തുക്കളോട് നിങ്ങൾ എന്തിന് പ്രാർത്ഥിക്കണമെന്ന അദ്ദേഹത്തിൻ്റെ മറുപടി, ചോദ്യത്തിനുള്ള മറുപടി പിതാവിൻ്റേത് ഇങ്ങനെയായിരുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അതിന് തിരിച്ചു കൊടുത്ത മറുപടി: വഅഅ്തസിലുക്കും വമാ തദഊന മിൻ ദൂനില്ലാ വഅദ്ഉ റബ്ബി അസാ അല്ലാ അകൂന ബിദുആഇ റബ്ബി ശഖിയ. നിങ്ങളും നിങ്ങളുടെ ആരാധ്യ വസ്തുക്കളെ ഞാൻ ഉപേക്ഷിക്കുകയാണ്. എനിക്ക് അവകളോടൊന്നും ഒരു താല്പര്യവുമില്ല. ഞാൻ എൻ്റെ റബ്ബിനെ മാത്രമേ ആരാധിക്കൂ, അവനോട് ഞാൻ ദുആ ചെയ്യൂ, പ്രാർത്ഥിക്കൂ, എൻ്റെ വിഷമം പറയൂ, എൻ്റെ സങ്കടങ്ങൾ പറയൂ, എൻ്റെ വിവരങ്ങൾ, എൻ്റെ ആവശ്യങ്ങൾ ഞാൻ അവനോട് പറയൂ എന്ന് അടിവരയിട്ടുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പിതാവിന് കൊടുക്കുന്ന മറുപടി. തൻ്റെ ജനങ്ങളോടും അദ്ദേഹം ഈ വിഷയം സംസാരിച്ചു. അദ്ദേഹത്തെ ക്രൂരമായി കൈകാര്യം ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. അദ്ദേഹത്തിൻ്റെ ചോദ്യം ഇങ്ങനെയായിരുന്നു അവരോട്, തൻ്റെ കൂട്ടുകാരോട്, തൻ്റെ നാട്ടുകാരോട്, തൻ്റെ പരിസരത്തിലുള്ളവരോടെല്ലാം: അതഅ്ബുദൂന മാ തൻഹിതൂൻ, നിങ്ങൾ തന്നെ നിങ്ങളുടെ കൈകൾ കൊണ്ട് ചെത്തി മിനുക്കി ഉണ്ടാക്കുന്ന വസ്തുക്കളെയാണോ നിങ്ങൾ ആരാധിക്കുന്നത്? വല്ലാഹു ഖലഖക്കും വമാ തഅമലൂൻ, നിങ്ങളെയും നിങ്ങളുടെ ഈ ജോലികളെയും അടക്കം സൃഷ്ടിച്ചത് അല്ലാഹുവല്ലേ. എന്തിന് നിങ്ങൾ അവകളെ ഇങ്ങനെ ആരാധിക്കണം? നിങ്ങൾ തന്നെ ഉണ്ടാക്കുന്നതിന്. അവരതിന് കൊടുത്ത മറുപടി അദ്ദേഹത്തോട് ഖാലു ബുനൂ ലഹു ബുൻയാനൻ ഫഅൽഖൂഹു ഫിൽ ജഹീം എന്നതായിരുന്നു. നിങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി ചൂള പണിയുക, എന്നിട്ട് അദ്ദേഹത്തെ അതിലിട്ട് കരിക്കുക. ഇതായിരുന്നു അവർ അദ്ദേഹത്തിനോട് തിരിച്ച് സമീപിച്ച സമീപനം. അദ്ദേഹം തൻ്റെ രാജാവിനോടും തൻ്റെ നാട്ടിലെ പ്രമാണിമാരോടും ഒക്കെ ഇതേ നിലയിലുള്ള ദഅവത്ത് തുടർന്നുകൊണ്ടേയിരുന്നു. അലം തറ ഇലല്ലദീ ഹജ്ജ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് കുതർക്കത്തിന് വന്ന രാജാവിനെ നിങ്ങൾ കണ്ടില്ലേ?
അനാത്താഹുല്ലാഹുൽ മുൽക്ക്, രാജപദവി അള്ളാഹു അവന് കൊടുത്തതാണ് ഇങ്ങനെ വരാനുള്ള കാരണം. ഏതൊരാൾക്കും അധികാരം കിട്ടിയാൽ അവൻ മതിമറക്കും എന്നതിൻ്റെ തെളിവും കൂടിയാണിതെല്ലാം. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് ചില സഹാബികൾ അവിടുത്തെ ഗവർണറാക്കണം, ഇവിടുത്തെ ഗവർണറാക്കണം, അവിടെ അമീറാക്കണം എന്നൊക്കെ ആവശ്യപ്പെട്ടപ്പോൾ അള്ളാഹിൻ്റെ മുബാറക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, നിനക്ക് അത് തന്നാൽ നീ അള്ളാഹുവിനെ ഭയപ്പെടുകയില്ല, അതിൽ നീ കൃത്രിമം ചെയ്യും, ഇത് ചോദിക്കുന്നവർക്ക് കൊടുക്കാനുള്ളതല്ല അധികാരം എന്നാണ് റസൂല് ആ സഹാബികളെ പഠിപ്പിച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു പറഞ്ഞത് ഇങ്ങനെയാണ്, രാജാധികാരം കിട്ടിയപ്പോൾ സൃഷ്ടാവിൻ്റെ വിഷയത്തിൽ ഇബ്രാഹിം നബിയോട് തർക്കിക്കാൻ വന്ന ഒരുത്തനെ നബിയെ തങ്ങൾ കണ്ടില്ലേ? ഇത് ഖാല ഇബ്രാഹിം റബ്ബി അല്ലദീ യുഹ്യി വ യുമീത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് തർക്കിച്ച അവനോട് ഇബ്രാഹിം നബി പറഞ്ഞു, എൻ്റെ റബ്ബ് ഞാൻ പറയുന്ന അള്ളാഹ് ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നവനാണ്. അവൻ അതിന് കൊടുത്ത മറുപടി അന ഉഹ്യി വ ഉമീത്, ഞാനും അങ്ങനെ ചെയ്യും. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അതിന് തിരിച്ചു കൊടുത്ത മറുപടി ഫഇന്നല്ലാഹ യഅതി ബിശംസി മിനൽ മശ്രിഖി ഫഅതി ബിഹാ മിനൽ മഗ്രിബ്, എന്നാൽ അള്ളാഹു സൂര്യനെ കിഴക്ക് നിന്ന് ഉദിപ്പിക്കും, നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ നാളെ പടിഞ്ഞാറ് നിന്ന് ഉദിപ്പിക്കും. ഫബുഹിതല്ലദീ കഫർ, അവന് ഉത്തരം മുട്ടി നിഷേധിക്കും. അപ്പോൾ എൻ്റെ സഹോദരങ്ങളെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹം ദീനിൻ്റെ അടിസ്ഥാനമായ തൗഹീദിനു വേണ്ടി തൻ്റെ വീട് മുതൽ തൻ്റെ നാട്ടുകാരോടും തൻ്റെ ഭരണാധികാരിയോടും ശക്തമായ നിലയിലുള്ള ദഅവത്ത് തുടർന്നുകൊണ്ടേയിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിൽ നിങ്ങൾക്ക് മാതൃകയുണ്ട്, അദ്ദേഹത്തിൻ്റെ മില്ലത്ത് തുടരണം, അദ്ദേഹമാണ് ഋജുവായ നല്ലൊരു മുസ്ലിം എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പറ്റി വിശുദ്ധ ഖുർആനിൽ പുകഴ്ത്തി പറഞ്ഞതും അദ്ദേഹത്തിൻ്റെ സ്മരണ എന്നും നിലനിൽക്കുന്നതിന് വേണ്ടി വിശ്വാസികളുടെ 5 നേരമുള്ള പ്രാർത്ഥനകളിലും അദ്ദേഹത്തിൻ്റെയും കുടുംബത്തിൻ്റെയും പേരെടുത്തു പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നതും വിശുദ്ധ പരിശുദ്ധ കഅബ മന്ദിരവും അതിൻ്റെ പരിസരങ്ങളിലുള്ള ഇസ്ലാമിൻ്റെ 5ാമത്തെ കർമ്മമായ ഹജ്ജ് കർമ്മത്തെ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ മൊത്തത്തിലായി ആവരണം ചെയ്യുന്ന നിലയിൽ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരികയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നമ്മുടെ മാതൃകാ പുരുഷനാണ്. ഈ ദീനിൻ്റെ മില്ലത്ത് അദ്ദേഹത്തിൽ നിന്നാണ് തുടരാനും അദ്ദേഹത്തെ അനുധാവനം ചെയ്യാനുമാണ് അദ്ദേഹത്തിന് ശേഷമുള്ള എല്ലാ പ്രവാചകന്മാരോടും അള്ളാഹുവിൻ്റെ കൽപ്പനയുള്ളത്. വമൻ അഹ്സനു ദീനൻ മിമ്മൻ അസ്ലമ വജ്ഹഹു ലില്ലാഹ് വഹുവ മുഹ്സിൻ, നന്മ ആയ നിലയിൽ അള്ളാഹുവിലേക്ക് തൻ്റെ ശരീരത്തെ തൻ്റെ വജ്ഹിനെ സമർപ്പിച്ചവനേക്കാൾ ഉത്തമൻ വേറെ ആരുണ്ട്? വത്തബഅ മില്ലത്ത ഇബ്രാഹിമ ഹനീഫ, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ മില്ലത്ത് ഋജുമനസ്കനായ നിലയിൽ ഇത്തിബാഅ് ചെയ്യുകയും ചെയ്തവനേക്കാൾ. വത്തഖദല്ലാഹു ഇബ്രാഹിമ ഖലീല, ഒരു ഉറ്റ ആത്മമിത്രമായി അള്ളാഹു ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ തെരഞ്ഞെടുത്തു. വേറെ പ്രവാചകന്മാരെ പറ്റി ഒന്നും അള്ളാഹു ഇങ്ങനെ ഒരു ഖലീൽ, എൻ്റെ ആത്മമിത്രം, എൻ്റെ ഇഷ്ടക്കാരൻ എന്ന്, എല്ലാ പ്രവാചകന്മാരും ഇഷ്ടക്കാരാണ്, പക്ഷേ അള്ളാഹു ഖലീൽ എന്ന് ഒരു ബഹുമാന നാമം എടുത്തു പറഞ്ഞത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പറ്റിയാണ്. ഉദാത്തമായ മാതൃകയുള്ളത് എന്ന് പറഞ്ഞതും ഇദ്ദേഹത്തെ പറ്റി മാത്രമാണ്. ഖുർആനിൽ 2 സ്ഥലത്ത് ഉസ്വത്തുൻ ഹസന എന്ന് പറഞ്ഞതായി കാണാൻ കഴിയും. ഒന്ന് നമ്മുടെ നബിയുടെ ചര്യയിലും, 2 ഇബ്രാഹിം നബിയുടെ ചര്യയിലുമാണ്. നമ്മുടെ നബിയുടെ ചര്യയെ പറഞ്ഞത് ഇബ്രാഹിം നബിയുടെ ചര്യയോട് ചേർത്ത് പറഞ്ഞും അദ്ദേഹത്തിൻ്റെ ചര്യ തുടരാനുമാണ്. ഖദ് കാനത് ലക്കും ഉസ്വത്തുൻ ഹസനത്തുൻ ഫി ഇബ്രാഹീമ വല്ലദീന മഅഹു. മുംതഹിന അധ്യായത്തിൽ നമുക്ക് കാണാം, തീർച്ചയായും നിങ്ങൾക്ക്, അതായത് നമ്മുടെ നബിയോടടക്കം ഉള്ള ആളുകളോടാണ് അള്ളാഹു പറയുന്നത്, നിങ്ങൾക്ക് ഇബ്രാഹീമിൽ ഉത്തമമായ മാതൃകയുണ്ട്. ഏതാണ് ഇബ്രാഹീമിലുള്ള ഉത്തമമായ മാതൃക? അള്ളാഹുവിൻ്റെ ഏകത്വത്തിൻ്റെ വിഷയത്തിൽ അദ്ദേഹം തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും അദ്ദേഹം ഏതെല്ലാം നിലയിൽ ഉപയോഗിച്ചോ, ഇറാഖിലും ഫലസ്തീനിലും മക്കയിലും
അത് മുഖേന ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും വ്യാപിച്ചു കിടക്കുന്ന അദ്ദേഹത്തിൻ്റെ ആ ദഅവത്ത് നിങ്ങൾക്കതിൽ ഉത്തമമായ മാതൃകയുണ്ട് എന്നാണ് അള്ളാഹു നമ്മോടും നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും പറഞ്ഞത്. അത് സത്യപ്പെടുത്തിക്കൊണ്ടും അംഗീകരിച്ചുകൊണ്ടും നമ്മുടെ പ്രവാചകനും പറഞ്ഞു, ഇന്നനി ഹദാനി റബ്ബി, എൻ്റെ റബ്ബ് എന്നെ നേർവഴിയിലാക്കി, ഇലാ സിറാത്തിൻ മുസ്തഖീം, നേരായ മാർഗത്തിലേക്ക്, ദീനൻ ഖിയമൻ മില്ലത ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നു, ദീനൻ ഖിയമൻ, നേരായ മാർഗം, മില്ലത ഇബ്രാഹിം ഹനീഫ, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ഒരു വക്രതയില്ലാത്ത, അദ്ദേഹം ഒരു വക്രതയില്ലാത്ത മനുഷ്യനാണ്. നേരെ ചൊവ്വ പോകുന്നയാളും നേരെ ചൊവ്വ ചിന്തിക്കുന്നയാളുമായിട്ടാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹത്തെ പരിചയപ്പെടുത്താൻ വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു ആഹ്വാനം ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ നിരന്തരമായ ദഅവത്തും ആ ദഅവത്ത് എന്നും നിലനിർത്തിക്കൊണ്ട് പോകുന്നതിന് ലോകത്തിൻ്റെ അവസാനം വരെയും ഒരു സമുദായവും ആളുകളും ഇവിടെ ഉണ്ടായിരിക്കണമെന്ന അദ്ദേഹത്തിൻ്റെ അടങ്ങാത്ത ആഗ്രഹത്തിൻ്റെ പേരിൽ ഇതേപോലെയുള്ള കാര്യങ്ങൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന മക്കളെ തനിക്ക് കിട്ടാൻ അദ്ദേഹം പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു. അതിൻ്റെ പരിണിത ഫലമാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ മക്കളായി അല്ലാഹു തആല പ്രവാചകന്മാരെ എല്ലാവരെയും നിയോഗിച്ചത്. വലഖദ് അർസൽനാ നൂഹൻ വ ഇബ്രാഹീമ വജഅൽനാ ഫീ ദുർരിയതിഹിമ നുബുവത വൽ കിതാബ്. എല്ലാ വേദഗ്രന്ഥങ്ങളും എല്ലാ നുബുവത്തും നബിത്വവും അല്ലാഹു തആല കൊടുത്തത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെയും അതിനു മുമ്പ് വന്നുപോയ ഷെയ്ഖുൽ അംബിയ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെയും മക്കളിലാണ്. വേറെ ഒരാളുടെയും മക്കളിൽ അല്ലാഹു തആല നുബുവത്ത് കൊടുത്തില്ല. ഈ രണ്ട് പുണ്യാത്മാക്കളുടെ മക്കളിലാണ് അല്ലാഹു തആല നുബുവത്ത് നൽകിയതും കിതാബ് കൊടുത്തതും. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയുടെ ഫലമാണ് പിന്നീട് വന്ന എല്ലാ പ്രവാചകന്മാരും. നമ്മുടെ നബിയും പറയുന്നു, അന ദഅവത്തു അബി, ഞാൻ എൻ്റെ ഉപ്പാടെ പ്രാർത്ഥനയുടെ ഫലമാണ് ഇബ്രാഹിം. ഇബ്രാഹീമായ എൻ്റെ ഉപ്പയുടെ പ്രാർത്ഥനയാണ് ഞാൻ. ഏതാണ് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന? റബ്ബന വബഅത് ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിക വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. അല്ലാഹുവേ, സംസ്കാരവും വിശുദ്ധ ഖുർആനും നിന്റെ ദൃഷ്ടാന്തങ്ങളും നിന്നെപ്പറ്റി പരിചയപ്പെടുത്തുകയും ചെയ്യുന്ന, നിന്റെ ഏകത്വത്തെ പറഞ്ഞു മനസ്സിലാക്കുന്ന നിന്റെ ഗ്രന്ഥവും അല്ലാഹുവെ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു പ്രവാചകനെ നീ ഇവരിൽ നിന്നും മക്കക്കാരിൽ നിന്നും നീ യാത്രയാക്കണമേ എന്ന അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയുടെ ഫലമായിക്കൊണ്ടാണ് ഞാൻ ഈ നാട്ടിൽ ജനിച്ചു വീണത് എന്ന് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. റബ്ബന ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദീ സറഇൻ ഇൻദ ബൈതിക്കൽ മുഹറം റബ്ബന ലിയുഖീമുസ്സലാ. അല്ലാഹുവേ, എൻ്റെ തലമുറയിൽ വരുന്ന ആളുകളെല്ലാം, എൻ്റെ മക്കളെല്ലാം നിസ്കാരക്കാരായി മാറുന്നതിനു വേണ്ടി നിന്റെ വിശുദ്ധ ഗേഹത്തിൻ്റെ ഭാഗത്ത് ഒരുവിധ സൗകര്യം ഇല്ലാതിരുന്നിട്ട് കൂടി മനുഷ്യർക്ക് താമസിക്കാനുള്ള ഒരു സൗകര്യവും അവിടെ ഇല്ല. വെള്ളമോ മറ്റു മനുഷ്യരോ അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ നേരം പോക്കായ ഒന്നോ ഒരു കുടിലോ പോലും ഒന്നുമില്ലാത്ത ഈ സ്ഥലത്ത് ഞാൻ എൻ്റെ മക്കളെ താമസിപ്പിച്ചു പോകുന്നത് അല്ലാഹുവേ അവരെല്ലാം നിസ്കരിക്കുന്നവരായി തീരാൻ വേണ്ടിയാ. എനിക്ക് നിന്നോട് അപേക്ഷയുണ്ട്. ഫജഅൽ അഫ്ഇദത മിനന്നാസി തഹ്വി ഇലൈഹി. ഈ ലോകത്തിലുള്ള ആളുകളുടെ, നിന്നെ അനുസരിക്കുന്ന മുവഹിദുകളായ ആളുകളുടെ ഹൃദയങ്ങൾക്ക് ഈ നാട്ടിലേക്ക്, ഈ ഭവനത്തിൻ്റെ അടുക്കലേക്ക് നീ ഒരു കാന്തികമായ ഒരു താല്പര്യം, അങ്ങോട്ട് വരാനും അവിടെ തവാഫ് ചെയ്യാനും അവിടെ റുക്കൂ ചെയ്യാനും സുജൂദ് ചെയ്യാനും തമ്പുരാനെ നീ ഒരു വശ്യത അവരുടെ ഹൃദയങ്ങൾക്ക് നീ ഇട്ടുകൊടുക്കണം എന്ന അദ്ദേഹത്തിൻ്റെ ഉന്നതമായ ആ പ്രാർത്ഥനയുടെ ഫലമാണ് സഹോദരങ്ങളെ ലക്ഷോപലക്ഷം ആളുകൾ ഹജ്ജിനും ഉംറകൾക്കും ഒക്കെയായി തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. അവരുടെ മറുപടിയും ഇത് തന്നെ, ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്. അല്ലാഹുവേ, നീ ഞങ്ങളെ വിളിച്ചതിന് മറുപടി നൽകിക്കൊണ്ട് ഞങ്ങളിതാ വന്നിരിക്കുന്നു.
എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് ആളുകൾ അങ്ങോട്ട് എത്തപ്പെടുന്നത് ഈ മഹാനായ പ്രവാചകന്റെ അടങ്ങാത്ത ദുആ, അതേ അങ്ങേയറ്റത്തെ ദീനി ദഅവത്തിനും അള്ളാഹുവിൻ്റെ ഏകത്വത്തെ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും എത്തിക്കുന്നതിന് വേണ്ടിയുള്ള താല്പര്യം ഒന്നുകൊണ്ട് മാത്രമാണ്. എൻ്റെ സഹോദരങ്ങളെ, നാം എല്ലാം നമ്മുടെ ഈമാനിനെ പല നിലയിലും പുതുക്കിക്കൊണ്ടേയിരിക്കണം. ഞാനും നിങ്ങളുമൊക്കെ പേരുകൊണ്ട് മുസ്ലിങ്ങളാണ്, മുസ്ലിമായ ഉമ്മയുടെയും ഉപ്പയുടെയും മകളാണ് എന്ന് വിചാരിച്ച് നാം എപ്പോഴെങ്കിലുമൊക്കെ ഒരു കലിമ പറഞ്ഞ് അല്ലെങ്കിൽ നിസ്കരിച്ചത് കൊണ്ട് മാത്രം നമ്മുടെ ലക്ഷ്യം പൂർത്തിയാവുകയില്ല. അത് പൂർത്തിയാകണമെങ്കിൽ ഈ പ്രവാചകനും പ്രവാചകന്മാരും അള്ളാഹുവിൻ്റെ തൗഹീദിനു വേണ്ടിയും മറ്റു ഇസ്ലാമിക കർമ്മങ്ങൾക്ക് വേണ്ടിയും അവരൊക്കെ എങ്ങനെയാണോ അവരുടെ ജീവിതം ഒഴിഞ്ഞു വച്ചത് ആ ഒരു മേഖലകളിലേക്ക് നാം കടന്നു ചെല്ലണം. അധികാരവും രാജപദവിയും അതൊന്നുമല്ല നമ്മോട് ഇസ്ലാം ദീൻ ആവശ്യപ്പെടുന്നത്. നമ്മോട് ആവശ്യപ്പെടുന്നത് മുഴുവൻ മനുഷ്യന്മാരും അള്ളാഹുവിനെ അറിയുന്നവരായി മാറാൻ നമുക്കെന്തൊക്കെ ചെയ്യാൻ കഴിയുമോ നമ്മുടെ ജീവിതം കൊണ്ടും നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ടും. അള്ളാഹുവിന്റെ റസൂലിനോട് പോലും അള്ളാഹു പറഞ്ഞില്ലേ, പ്രവാചകരെ, അങ്ങയുടെ ഉദാത്തമായ സ്വഭാവവും ജീവിത രീതിയും ഒന്നുകൊണ്ട് മാത്രമാണ് ആളുകൾക്ക് നിന്നിലേക്ക് അടുക്കാനുള്ള ഒരു താല്പര്യമുണ്ടായത്. നാം അങ്ങനെ മാറണം. നാം നമ്മുടെ ജീവിതം കുടുംബത്തിലും നമ്മുടെ നാടുകളിലും നമ്മുടെ വീടുകളിലും നമ്മുടെ അയൽവക്കക്കാരോടും എല്ലാം നമ്മുടെ പെരുമാറ്റവും നമ്മുടെ സ്വഭാവ രീതികളെല്ലാം ഈ പ്രവാചകന്മാരെ തുടർന്നുകൊണ്ടുള്ളതായിരിക്കണം. അവർ മനസ്സിലാക്കിയതും അവർ ഇവിടെ പഠിപ്പിച്ചു പോയതും എന്താണെന്ന് ഉൾക്കൊണ്ട് അറിഞ്ഞുകൊണ്ട് അവകളെ നമ്മുടെ ജീവിതത്തിലേക്ക് നാം പ്രാവർത്തികമാക്കിയാൽ ഈ ഉന്നതന്മാരായ പ്രവാചകന്മാരോടൊപ്പം നമുക്ക് സ്വർഗലോകത്തിൽ പ്രവേശിക്കാനുള്ള അവസരം അള്ളാഹുവിൻ്റെ ഔദാര്യം കൊണ്ട് അള്ളാഹു നൽകും. നമ്മുടെ കർമ്മം കൊണ്ടൊന്നും നമുക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞോളമെന്നില്ല. നബി പറഞ്ഞു, ഞാനടക്കം അള്ളാഹുവിൻ്റെ അനുഗ്രഹം എന്നെ പൊതിഞ്ഞാലല്ലാതെ, നമ്മെ പൊതിഞ്ഞാലല്ലാതെ സഹോദരങ്ങളെ നമുക്ക് രക്ഷപ്പെടാൻ സാധ്യമല്ല. ഈ അനുഗ്രഹം നമുക്ക് കിട്ടണമെങ്കിൽ നാം അള്ളാഹുവിൻ്റെ ദീനിൻ്റെ എല്ലാ അഹ്കാമുകളും പ്രത്യേകിച്ച് തൗഹീദിൻ്റെ ഭാഗങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്നും ഒരു നിമിഷം പോലും ഏത് സന്തോഷത്തിൻ്റെ സന്താപത്തിൻ്റെ ഏത് സന്ദർഭങ്ങളാകട്ടെ നമ്മിൽ നിന്നും നഷ്ടപ്പെടാനേ പാടില്ല. അമിതമായ സന്തോഷവും അമിതമായ ദുഃഖവും നമുക്ക് വേണ്ട. എല്ലാം അള്ളാഹുവിൽ നിന്നും വരുന്നതാണ്. അതിനെ അറിഞ്ഞുകൊണ്ടും ഉൾക്കൊണ്ടുകൊണ്ടും അവനിലേക്ക് സമർപ്പിച്ചുകൊണ്ടും ആയിരിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും. അങ്ങനെ വരുമ്പോൾ മലകൾ പോലെ നമ്മുടെ അടുക്കലേക്ക് പ്രതിസന്ധികൾ മറിഞ്ഞു വന്നാലും നമുക്കതിനെ നമ്മുടെ ശക്തമായ വിശ്വാസം കൊണ്ട് നമുക്ക് തടുത്തു നിർത്താൻ കഴിയും. ഈ ഭൂമിയിൽ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ദഅവത്ത് നടക്കുമ്പോൾ അദ്ദേഹമല്ലാതെ വേറെ ഒരു മനുഷ്യൻ പോലും അള്ളാഹുവിനെ അംഗീകരിക്കുന്നവനായി ഉണ്ടായിരുന്നില്ല. അദ്ദേഹം എങ്ങനെയാണ് പിടിച്ചു നിന്നത്? ആരൊക്കെ അദ്ദേഹത്തിനെതിരിൽ വന്നത്? എന്തെങ്കിലും നമ്മുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ദിവസം പോലും സ്വസ്ഥതയും സമാധാനവും കിടക്കപ്പുറതയും അദ്ദേഹത്തിനും മറ്റു പ്രവാചകന്മാർക്കും ഉണ്ടായിരുന്നോ? അവരെങ്ങനെയാണ് അതിനെയെല്ലാം തരണം ചെയ്തത്? ആയുധങ്ങൾ കൊണ്ടല്ല, സമ്പത്ത് കൊണ്ടല്ല, അവരുടെ ദൃഢമായ വിശ്വാസം കൊണ്ടായിരുന്നു. അവരെയൊക്കെ കൈകാര്യം ചെയ്യാൻ വേണ്ടി അവരുടെ ആളുകൾ ഒരുമ്പിട്ടപ്പോൾ ചൂള പണിതും കല്ലെറിഞ്ഞും ഒക്കെ അവർ ഓടിക്കാൻ ശ്രമിച്ചപ്പോൾ അവരോട് വന്ന് മാലാഖമാർ സഹായം ചോദിച്ചപ്പോൾ എൻ്റെ എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്നാണ് അവർ പറഞ്ഞത്. എനിക്ക് അല്ലാഹ് മതി, ഹസ്ബുനല്ലാഹ്. എല്ലാ പ്രവാചകന്മാരും ഈ ഒരു നിലപാട് വച്ചു പുലർത്തിയവരായിരുന്നു. നമ്മുടെ നബി പോലും സല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്സാബ് യുദ്ധവേളയിൽ എല്ലാവരും ഒരുമിച്ച് കൂടി മദീനയെയും മുസ്ലിം സംഘത്തെയും ഈ വിശ്വാസത്തെയും ഇല്ലായ്മ ചെയ്യാൻ അവർ എല്ലാ വിധത്തിലുള്ള സൈന്യങ്ങളുമായി വന്നപ്പോൾ അവരോട് പറയപ്പെട്ടു, ഇന്ന് നിങ്ങൾ തീർന്നത് തന്നെ. പക്ഷേ അവർ പറഞ്ഞു, ഇല്ല, ഞങ്ങൾക്ക് ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ,
എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ ഒരു നിലയിലും ടെൻഷനും വിഷമമൊന്നും വിചാരിക്കേണ്ടതില്ല. ഈ ഒരവസ്ഥയുടെ ഒരു 10-1 നമ്മൾ മാറാൻ നമുക്ക് കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ നമ്മൾ കാര്യം വോട്ട് ചെയ്തു വിജയിപ്പിച്ചു, അല്ലെങ്കിൽ നമ്മളിപ്പോൾ സ്വസ്ഥരാണ്, സമാധാനം എന്നൊന്നും നമ്മൾ വിചാരിക്കേണ്ടതില്ല. പർവ്വതം കണക്കെ, തിരമാല കണക്കെ പലതും ചിലപ്പോൾ വന്നേക്കാം. ഈ പ്രതിസന്ധികളെ എല്ലാം നമുക്ക് തരണം ചെയ്യണമെങ്കിൽ, തടുത്തു നിർത്തണമെങ്കിൽ നമ്മുടെ കയ്യിലുള്ള പരിച, അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ളത് അള്ളാഹുവിലുള്ള അടിയുറച്ച കൃത്യമായ വിശ്വാസം ഒന്ന് മാത്രമേ ഉള്ളൂ. എത്രയെത്രയോ സംഘടനകൾ നമുക്ക് നമ്മുടെ നബിക്ക് ശേഷം നടന്ന് നമുക്കറിയാം, അതിനു മുമ്പ് നടന്നതും വിശുദ്ധ ഖുർആനിലുണ്ട്. അവരെല്ലാവരും അവിടെയെല്ലാം അവർ തരണം ചെയ്തത്, പിടിച്ചു നിന്നത് അവരുടെ അടിയുറച്ച വിശ്വാസമായിരുന്നു. ഈ വിഷയത്തിലെല്ലാമാണ് നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ഖലീലിൽ മാതൃകയുണ്ട് എന്ന് അള്ളാഹു പറഞ്ഞത്. ഈ വിഷയങ്ങളിലെല്ലാമാണ്. ഇബ്രാഹിമി മില്ലത്ത് തുടരണമെന്ന് പറഞ്ഞാൽ ഏത് വിഷയത്തിലാണ് തുടരേണ്ടത്? ഒന്നാമതും രണ്ടാമതും മൂന്നാമതുമായി തുടരേണ്ടത് അദ്ദേഹത്തിൻ്റെ കടുകട്ടിയായ ദൃഢവിശ്വാസത്തിലായിരുന്നു. സഹാബികൾ വളരെ കുറവായിരുന്നിട്ട് പോലും അവർ പല ഘട്ടങ്ങളിലും, എല്ലാ ഘട്ടങ്ങളിലും അവർ വിജയിച്ചു വന്നത് അവരുടെ അടിയുറച്ച വിശ്വാസമായി ഒന്നുകൊണ്ട് മാത്രമായിരുന്നു. ആരായി സഹാബികൾ എന്ന് പറയുമ്പോൾ, ഒരു വേള പറഞ്ഞാൽ നമ്മിൽ പലരേക്കാൾ കൂടുതലായി മദ്യപിച്ചവരും അക്രമവാസനയുള്ളവരും വ്യഭിചരിച്ചവരും തിന്മയിൽ മാത്രമായി ജീവിച്ചവരുമായിരുന്നു അവർ. എത്രയോ കുഞ്ഞുങ്ങ മക്കളെയാണ് പെൺകുട്ടി ആയതിൻ്റെ പേരിൽ അവർ പല ആളുകളും ക്രൂരമായി കൊന്നൊടുക്കിയത്. വൈദൽ മൗഊദതു സുഇലത്ത്, മോളെ എന്തിനാ നിന്നെ കൊന്നതെന്ന് നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ വന്ന് ചോദിക്കുമ്പോൾ, ബി അയ്യി ദംബിൻ ഖുതിലത്ത്, എന്ത് തെറ്റ് നീ ചെയ്തതിൻ്റെ പേരിലാ നിന്നെ കൊല്ലപ്പെട്ടത് എന്ന് ചോദിക്കുന്ന ആ മറുപടി, എൻ്റെ സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ നമുക്ക് കാണാൻ കഴിയും. ഇത്ര അവസ്ഥയിലായിരുന്ന ആ മനുഷ്യരെ മനുഷ്യരിൽ വച്ച് ഏറ്റവും ഉന്നതരാക്കി മാറ്റിയത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഖലീലായ ഇബ്രാഹിമിൽ നിന്നും തുടർന്നു വന്ന ആ ഒരൊറ്റ വിശ്വാസം ഒന്നുകൊണ്ടായിരുന്നു. ഈ മില്ലത്ത് തുടരാനാണ് ലോകത്തിൻ്റെ അവസാനം വരെയുള്ള ആളുകളോടെല്ലാം അള്ളാഹു ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത്. അതിന് മാതൃക കാണിക്കേണ്ടവർ നാമാണ്. നാം അല്ലാതെ വേറെ ആർക്കും ആ ഒരു ഉത്തരവാദിത്വം ഇല്ല. നാം അത് കാണിച്ചു കൊടുത്തേ പറ്റൂ. ഇല്ലെങ്കിൽ ഇതിലേക്ക് വരാതെ നേര് മനസ്സിലാക്കാത്തതിൻ്റെ പേരിലുള്ള ശിക്ഷകൾ പോലും നാം അനുഭവിക്കേണ്ടി വരും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. തീയിനെ തണുപ്പിക്കാൻ അദ്ദേഹത്തിൻ്റെ ഈമാനിന് കഴിഞ്ഞു. വാളിൻ്റെ മൂർച്ച ഇല്ലാതാക്കാൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ഈമാനിന് കഴിഞ്ഞു. സമുദ്രത്തെ തടഞ്ഞു നിർത്താൻ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ഈമാനിന് കഴിഞ്ഞു. എൻ്റെ സഹോദരങ്ങളെ, 100,000 സംഭവങ്ങൾ. വിശ്വാസിക്ക് അല്പം മതിയല്ലോ, ഒന്നു മതി. 1000 അള്ളാഹു ആവർത്തിച്ച് പറയുന്നുണ്ട്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. നമുക്ക് ദൃഢവിശ്വാസവും കൃത്യമായ ഈമാനും തഖ്വയോട് കൂടിയുള്ള നമ്മുടെ ജീവിതവും ഉണ്ടെങ്കിൽ ഒരു പ്രതിസന്ധിയെയും നാം പേടിക്കേണ്ടതില്ല. അത് വന്നോട്ടെ, ഏതിലെയെങ്കിലും ഒക്കെ പോയിക്കോളും. മല പോലെ പാഞ്ഞു വന്ന സൈന്യങ്ങളെ അള്ളാഹു തണുത്ത കൊടും കാറ്റുകൊണ്ടാണ് തകർത്ത് കളഞ്ഞത്. അവർക്ക് ഈ സംഘട്ടനത്തിൻ്റെ ആവശ്യം വന്നില്ലല്ലോ. അഹ്സാബ് യുദ്ധത്തിൽ, ഖന്ദഖ് യുദ്ധത്തിൽ കൊടും ശക്തിയേറിയ തണുപ്പ് കൊണ്ട് അള്ളാഹു വരെ ആട്ടി ഓടിച്ചു. അപ്പോൾ അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരുപാട് സംവിധാനങ്ങളുമുണ്ട്. ഇന്നന്നാസ ഖദ് ജമഉ ലക്കും ഫഖ്ശൗഹും, ആളുകളെല്ലാം നിങ്ങളെ കീറാൻ വേണ്ടി ഒരുമിച്ച് കൂടിയിരിക്കുന്നു, പേടിച്ചോ എന്ന് പറയുമ്പോൾ ഫസാദഹും, ആ സ്വഹാബികൾക്ക് അധികരിച്ചു ഈമാന, അവരുടെ ആ വാക്ക് അവർക്ക് ഈമാൻ അധികരിച്ചു. വഖാലു ഹസ്ബുനല്ലാഹ് വനിഅമൽ വക്കീൽ എന്നവർക്ക് പറയാൻ സാധിച്ചു. അവരുടെ നേതാവ്, നമ്മുടെ പിതാവ്, അവരുടെ പിതാവ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതുപോലെ
നമുക്കും അതിന് കഴിയണം. എന്തെങ്കിലും പ്രതിസന്ധി നേരിടേണ്ടി വന്നാൽ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, ഒന്നും സംഭവിക്കാതെ. പക്ഷേ നാം മറ്റുള്ളവർക്ക് മാതൃകയായി, മറ്റുള്ളവർക്ക് ഗുണകാംക്ഷികളായി, ഉന്നതന്മാരായ പുണ്യാത്മാക്കളുടെ ജീവിതം നമ്മുടെ ജീവിതത്തിലേക്ക് കടത്തിക്കൊണ്ടുവന്ന് അവരുടെ ഈമാനും തഖ്വയും എല്ലാ വെള്ളിയാഴ്ചയും ഇങ്ങനെ തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്തു എന്ന് ഞാനോ അല്ലെങ്കിൽ ഖത്തീബമാരോ നിങ്ങളത് കേട്ടത് കൊണ്ടോ പറഞ്ഞത് കൊണ്ടോ ഒരു കാര്യവുമില്ല സഹോദരങ്ങളെ. നമുക്കൊരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായെങ്കിൽ മാത്രമേ ഈ വെള്ളിയാഴ്ച വന്ന് വെറുതെ നാം സമയം കളയുന്നത് കൊണ്ട് നമുക്കത് പുണ്യമായി പരിഹരിക്കുകയുള്ളൂ. അള്ളാഹു നമ്മെ കബൂലാക്കട്ടെ. പ്രവാചകന്മാരോടൊപ്പം അവരുടെ ദഅവത്ത് എന്താണോ അതേതൊന്ന് മനസ്സിലാക്കി അതിലേക്ക് തിരിയാൻ ഏത് ഘട്ടമാണെങ്കിലും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഏത് വേളകളിലും അഹങ്കരിക്കാതെ വിനയാന്വിതരായി നല്ല മുസ്ലിങ്ങളായി ജീവിച്ച് നല്ല മുസ്ലിങ്ങളായി മരിച്ച് മുസ്ലിങ്ങളോടൊപ്പം സ്വർഗലോകത്ത് പ്രവേശിക്കാനും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനസ്തഹ്ദിഹി വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ ദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أيها الناس أوصيكم وإياي بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذ ابتلى إبراهيم ربه بكلمات فأتمهن ഖാല ഇന്നി ജാഇലുക ലിന്നാസി ഇമാമ. സ്നേഹവും ബഹുമാനവും നിറഞ്ഞ വിശ്വാസികളെ, വിശ്വാസിനികളെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കൃത്യമായി പാലിച്ച് തഖ്വയോടെ ജീവിക്കാൻ കഴിവിൻ പരമാവധി ശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മാ അമില ആദമിയ്യും മിൻ അമലിൻ യൗമൻ നഹരി അഹബ്ബ ഇലല്ലാഹ് മിൻ ഇഹ്റാഖിദ്ദം. മനുഷ്യർ പെരുന്നാൾ ദിവസം ചെയ്യുന്ന കർമ്മങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമമായത് ബലി നൽകലല്ലാതെ വേറൊന്നുമില്ല. വഇന്നഹു ലതഅതി യൗമൽ ഖിയാമ. നിങ്ങൾ അർപ്പിക്കുന്ന ബലിമൃഗം ഖിയാമത്ത് നാളിൽ വരും. ബിഖുറൂനിഹ വഅശ്ആരിഹ വഅദ്ലാഫിഹ. അതിൻ്റെ കൊമ്പുകളും അതിൻ്റെ കാൽപാദങ്ങളും അതിൻ്റെ രോമങ്ങളും എല്ലാമോട് കൂടി അങ്ങനെ തന്നെ വരിക തന്നെ ചെയ്യും. ഭൂമിയിൽ ബലിമൃഗത്തിൻ്റെ രക്തം വീഴുന്നതിനു മുമ്പ് അള്ളാഹുവിൻ്റെ അടുക്കൽ അതിൻ്റെ സ്വീകാര്യതയും സംഭവിച്ചിരിക്കും. ഒരു കാര്യം ചെയ്യണം, ഫതീബു ബിഹാ നഫ്സ. നിങ്ങൾ മനസന്തോഷത്തോടെ നല്ല ശുദ്ധിയോടെ തഖ്വയോടുകൂടി ആയിരിക്കണമേ നിങ്ങൾ അതിനെ അറുക്കുന്നത്. അള്ളാഹു പറഞ്ഞതുപോലെ ലയ്യനാലല്ലാഹ ലുഹൂമുഹാ വല ദിമാഉഹാ വലകിൻ യനാലുഹു തഖ്വാ മിൻകും. നിങ്ങൾ അറുക്കുന്ന ബലിമൃഗത്തിൻ്റെ മാംസവും അതിൻ്റെ തൊലിയും അതിൻ്റെ രക്തവും ഒന്നും അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് എത്തുന്നില്ല. മറിച്ച് നിങ്ങളുടെ നഫ്സിൻ്റെ ശുദ്ധി, ആത്മാർത്ഥത, ഇഖ്ലാസ്, തഖ്വ അത് മാത്രമാണ് അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് ചെല്ലുന്നത്. അതുകൊണ്ട് ആ ഒരു ഉദ്ദേശ ശുദ്ധിയോട് കൂടി കഴിയുന്നവരെല്ലാം ആ അന്നത്തെ ദിവസത്തിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഉന്നതമായ ആ അമലുമായി ബന്ധപ്പെടണമെന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ലഹാ ബി കബ്ശൈനി അഖറനൈനി അംലഹൈനി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉളുഹിയ ബാധ്യത ആയത് മുതൽ എല്ലാ വർഷവും നബി തങ്ങൾ അറുക്കുമായിരുന്നു. രണ്ടാട് കൊമ്പുള്ളത്, നല്ല തടിച്ചു കൊഴുത്തത്, നല്ല ഉഷാറുള്ളത്. അപ്പം അതുകൊണ്ട് മനഃശുദ്ധിയോടെ നല്ലതിനെ, തടിച്ചതിനെ, കൊഴുത്തതിനെ, നല്ല റാഹത്തുള്ള മൃഗത്തെ അറുക്കാൻ എല്ലാവരും ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരോടെല്ലാം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പഠിപ്പിക്കുന്നു. ഇദാ റഅയ്തും ഹിലാല ദിൽഹിജ്ജ
ദുൽഹിജ്ജ മാസത്തിൻ്റെ നിലാവ് നിങ്ങൾ കണ്ടു, വ അറാദ അഹദുക്കും അൻ യുളഹിയ, നിങ്ങൾ ബലി നൽകാനും ഉളുഹിയ അറുക്കാനും ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഫൽയുംസിക് അൻ ശഅരിഹി വ അൾഫാരിഹി, ഉളുഹിയ എപ്പോഴാണോ അറുക്കുന്നത് അറുത്തു കഴിയുന്നത് വരെയും ദുൽഹിജ്ജയുടെ നിലാവ് കണ്ടത് മുതൽ അറുക്കാൻ ഉദ്ദേശിക്കുന്നവർ അവൻ്റെ മുടിയും നഖവും പിന്നീടൊന്നും എടുക്കരുത് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയുണ്ട്. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, നാം അവസാനം എന്തിലാണ് നിൽക്കുന്നത്? ദുൽഖഅദ തീരാറായി. ഒരു 2-3 ദിവസങ്ങൾക്കുള്ളിൽ ഇൻഷാ അല്ലാഹ് ദുൽഹിജ്ജ മാസം കടന്നു വരും. ഉദ്ദേശിക്കുന്നവരെല്ലാം അതിനു മുമ്പ് ഇതെല്ലാം റെഡിയാക്കണം. ദുൽഹിജ്ജ ആയിക്കഴിഞ്ഞാൽ പിന്നീട് അറിവിന് ശേഷമേ ഇതെല്ലാം ചെയ്യാവൂ എന്ന വിവരവും കൂടി അറിയിക്കുന്നു. അള്ളാഹു അനുഗ്രഹിക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. നല്ലതിനെ ഓരോന്ന് വാങ്ങി അറുക്കാനുള്ള സമ്പത്തും കഴിവും തൗഫീഖും തഖ്വയും വേറെ ആർക്കും വേണ്ടിയല്ല, ആരുടെയും സിമ്പതിക്ക് വേണ്ടിയുമല്ല, അള്ളാഹുവിന് വേണ്ടി മാത്രം ചെയ്യാനുള്ള എല്ലാ തൗഫീഖും നമുക്കും എല്ലാ മുസ്ലിങ്ങൾക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഇവിടെ ഷെയർ കൂടിയിട്ടുള്ള എല്ലാവരും അടുത്ത വെള്ളിക്ക് മുമ്പ് അതിൻ്റെ ഭാരവാഹികളെ ഏൽപ്പിക്കണം എന്ന വിവരം അറിയിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ മഹലിലുള്ള ഒരു സഹോദരൻ അദ്ദേഹത്തിൻ്റെ അസ്വസ്ഥതകളും രോഗങ്ങളും മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ രോഗങ്ങൾ, നമ്മുടെ രോഗങ്ങൾ, മക്കളുടെ രോഗങ്ങൾ, ഭാര്യമാരുടെ, മാതാപിതാക്കളുടെ, നമ്മളുടെ ബന്ധക്കാരുടെ, സ്വന്തക്കാരുടെ, നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ എല്ലാ മുസ്ലിങ്ങളുടെയും രോഗങ്ങൾ എത്ര വലുതാണോ ചെറുതാണോ എല്ലാം പടച്ച തമ്പുരാൻ മാറ്റി അവർക്കും നമുക്കും നല്ല ആരോഗ്യവും നല്ല റാഹത്തും സന്തോഷവും നൽകട്ടെ. അപകടങ്ങളിൽ നിന്നും അള്ളാഹു നമ്മയും അവരെയും കാത്തുരക്ഷിക്കട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്നും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ചെറിയ ചെറിയ തലവേദന, പനി, ജലദോഷം, ചുമ, ചെറിയതൊക്കെ പ്രശ്നമില്ല, അതൊക്കെ നല്ലത് തന്നെയാണ് പാപങ്ങൾ പൊറുക്കാൻ. പക്ഷെ മാരകമായത് വന്നാൽ നമുക്ക് സഹിക്കാൻ കഴിയില്ല. അപകടത്തിൽ പെട്ടാലും പെട്ടെന്ന് അവൻ രോഗിയായി പോകുന്നു. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ രോഗങ്ങളും മാറ്റി കൊടുക്കട്ടെ. നമ്മുടെ ഈ കുടുംബങ്ങളുടെ രോഗങ്ങളെല്ലാം അള്ളാഹു മാറ്റി അനുഗ്രഹിക്കട്ടെ. സ്വസ്ഥതയും സമാധാനവും സന്തോഷവും